9 മണി വാർത്തയിലേക്ക് വിശദമായി കടക്കുമ്പോൾ യുഎസിന്റെ വെടിനിർത്തൽ ഉപാധികൾ തള്ളിയ ഇറാൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് 5 ഉപാധികൾ മുന്നോട്ട് വെച്ചു. യുഎസുമായി ഇതുവരെ ഔദ്യോഗിക ചർച്ചകൾ ആരംഭിച്ചിട്ടില്ല എന്നും ചില സൗഹൃദ രാഷ്ട്രങ്ങൾ വഴി അവർ ചില സന്ദേശങ്ങൾ അയക്കുക മാത്രമാണ് ചെയ്തത് എന്നുമാണ് ഇറാനിയൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരക്ചി വ്യക്തമാക്കുന്നത്. മുൻപ് ആജ്ഞാപിച്ചിരുന്ന അമേരിക്കയുടെ മനംമാറ്റം അത് പരാജയ സമ്മതമാണെന്നും ഇറാൻ പറയുന്നു. البته چند روز هست که طرف آمریکایی شروع کرده به ارسال پیام‌های مختلف از طریق واسطه‌های مختلف. اینکه پیام‌هایی از طریق کشورهای دوست ما داده بشه و ما هم در جواب مواضع خودمون رو اعلام بکنیم یا هشدارهای لازم رو بدیم، این نه اسمش مذاکره است، نه اسمش گفتگو، نه هیچ. تبادل پیام هست به واسطه. അതേസമയം ഇറാനിയൻ നേതാക്കൾ തങ്ങളുമായി ചർച്ചകൾ നടത്തുന്നുണ്ട് എന്നും ജനരോഷം ഭയന്നാണ് അത് പരസ്യമാക്കാത്തത് എന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദം. ഇറാൻ നിരുപാധികം പരാജയം സമ്മതിച്ചില്ലെങ്കിൽ മുൻപത്തേക്കാൾ ശക്തമായുള്ള തിരിച്ചടി നൽകുമെന്നാണ് വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലെവിറ്റ് വ്യക്തമാക്കി. I agree with them 100%, but I do. We did a lot. We settled 8 wars. People sort of forget. And we're winning another one, I tell you. We're winning so big. Nobody's ever seen anything like we're doing in the Middle East with Iran. And they are negotiating, by the way, and they want to make a deal so badly, but they're afraid to say it because they figure they'll be killed by their own people. They're also afraid they'll be killed by us. There's never been a head of a country that wanted that job less than being the head of Iran. There does not need to be any more death and destruction. But if Iran fails to accept the reality of the current moment, if they fail to understand that they have been defeated militarily and will continue to be, President Trump will ensure they are hit harder than they have ever been hit before. President Trump does not bluff, and he is prepared to unleash hell. അതേസമയം ലെബനനിലും ഇസ്രായേൽ ആക്രമണം കടുപ്പിക്കുകയാണ്. തെക്കൻ ലെബനനിലെ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് ഇസ്രായേൽ നിയന്ത്രണം ഏറ്റെടുത്തുവെന്നാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത്. Drone strikes on the Al Rahab site near Aitar al-Shab. Further rocket attacks were reported against Nahariya and a minute. ഭയപ്പെടുത്ത ദൃശ്യമാണ് ഏറ്റവും ഒടുവിൽ കണ്ടത്. ഒരു റിപ്പോർട്ടർ അവിടെ വാർത്ത തത്സമയം സംപ്രേഷണം ചെയ്യുന്നതിനിടെയാണ് ഒരു ബോംബ് അവിടെ വന്ന് പതിക്കുന്നത് എന്നുള്ളതാണ്. എന്നാലും അജയ് സുധാബിജു കൂടുതൽ വിവരങ്ങൾ നൽകും. അജയ്, ആദ്യം ഇറാൻ അമേരിക്ക സംഘർഷത്തെ പറ്റി. അതിൽ ഇറാന്റെ അവകാശവാദം അമേരിക്കയുടെ പരാജയ സമ്മതമാണെന്നാണ്. ഉപാധികൾ മുന്നോട്ട് വയ്ക്കുന്നു ഇറാൻ ഈ യുദ്ധം അവസാനിക്കണമെങ്കിൽ. അതേസമയം കരോലിൻ ലെവിറ്റ് പറയുന്നത് പരാജയം സംബന്ധിച്ച് മുട്ടുമടക്കിയില്ല എങ്കിൽ ആക്രമണം ശക്തമാക്കുമെന്നാണ്. എന്താണ് സംഭവിക്കുന്നത്? എൽദോ, ആദ്യം ഇന്നലെ അമേരിക്ക ഇറാന് മുന്നിൽ ഒരു 15 ഉപാധികൾ മുന്നോട്ട് വെച്ചിരുന്നു ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്. എന്നാൽ ഇറാൻ ഇതെല്ലാം പൂർണ്ണമായിട്ടും നിഷേധിക്കുകയായിരുന്നു. ഈ 15 ഇന നിർദ്ദേശങ്ങൾ ഇറാൻ പൂർണ്ണമായിട്ടും തള്ളിക്കളഞ്ഞു. അതിനുശേഷം ഇറാൻ ഇന്നലെ 5 ഉപാധികൾ മുന്നോട്ട് വെക്കുകയായിരുന്നു ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഒരു വേർഷനായി 5 ഉപാധികൾ അമേരിക്കയ്ക്ക് മുന്നിൽ നിലവിൽ വെച്ചിട്ടുണ്ട്. എന്തായാലും അമേരിക്ക ഇക്കാര്യത്തിൽ അവരുടെ പ്രതികരണം അറിയിച്ചിട്ടില്ല. ഇറാന്റെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ എന്ന് പറയുന്നത് ഹോർമുസ് കടലിടുക്കിൽ ഇറാന്റെ പരമാധികാരം അത് ഉറപ്പാക്കണം. അതുപോലെ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾ അവസാനിപ്പിക്കണം. ഭാവിയിൽ ഇത്തരം ആക്രമണങ്ങൾ ഉണ്ടാകില്ല എന്ന് ഉറപ്പ് നൽകണം. അതുപോലെ നിലവിൽ ഇറാനിൽ സംഭവിച്ചിട്ടുള്ള എല്ലാവിധ നാശനഷ്ടങ്ങൾക്കും കൃത്യമായിട്ടുള്ള നഷ്ടപരിഹാരം നൽകണം. ഭാവിയിൽ ഇത്തരം ആക്രമണങ്ങൾ ഉണ്ടാകാതിരിക്കാൻ കൃത്യമായ ഒരു സംവിധാനം രൂപീകരിക്കണം. ഇവ 5ഉമാണ് ഇറാന്റെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ. നിലവിൽ അവരുടെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള അബ്ബാസ് അരക്ചിയാണ് മാധ്യമങ്ങൾ വഴി തന്നെ ഇറാന്റെ ഈ ഉപാധികളും ഇറാന്റെ ഭാഗത്തു നിന്നുള്ള നിലവിലെ നിലപാടുകളും വ്യക്തമാക്കിയത്. അദ്ദേഹം നിലവിൽ പറഞ്ഞിട്ടുള്ളത് അമേരിക്കയുമായി യാതൊരുവിധ ചർച്ചകളും നിലവിലെ സാഹചര്യത്തിൽ നടക്കുന്നില്ല. ചില സൗഹൃദ രാഷ്ട്രങ്ങൾ വഴി അമേരിക്ക തങ്ങൾക്ക് ചില സന്ദേശങ്ങൾ അയച്ചിരുന്നു. അതിനോട് പ്രതികരിക്കുക മാത്രമാണ് ഇറാൻ ചെയ്തിട്ടുള്ളത്. ഈ ഒരു സന്ദേശത്തിൽ പ്രതികരിച്ചുകൊണ്ട് ഇറാൻ തങ്ങളുടെ ചില നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ ഉപാധികളും മുന്നോട്ട് വയ്ക്കുകയാണ് ചെയ്തത്. അല്ലാതെ
നേരിട്ടുള്ള ഒരു തരത്തിലുള്ള ചർച്ചകളും അമേരിക്കയുമായി നടക്കുന്നില്ല. അമേരിക്ക ആദ്യം നിരുപാധികം കീഴടങ്ങണം എന്നുള്ള ആവശ്യമാണ് നിരന്തരം ഉന്നയിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ ഇത്തരം ചർച്ചകൾ വേണമെന്ന് പറഞ്ഞ് മുന്നോട്ട് വരുന്നതിൻ്റെ അർത്ഥം US തോൽവി സമ്മതിക്കുന്നതാണെന്നും അബ്ബാസ് അറക്ചി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും ഇപ്പോൾ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണം കൂടി പുറത്തു വന്നിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഇറാനുമായി നിരന്തരം ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നുവെന്നാണ്. അതായത് അബ്ബാസ് അറക്ചി പറഞ്ഞത് സന്ദേശങ്ങൾ മാത്രമാണ് ലഭിച്ചതെന്നാണ്. എന്നാൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് ഇറാനുമായി ചർച്ചകൾ നടന്നു എന്ന് തന്നെയാണ്. മുൻപ് അമേരിക്കയും ഇറാനും തമ്മിൽ നേരിട്ടുള്ള ചർച്ചകൾ നടന്നിരുന്നു. ഒമാന്റെ മധ്യസ്ഥതയിലായിരുന്നു ഇത്തരം ചർച്ചകൾ നടന്നത്. അത് ഇറാനിലെ ആണവ ഫെസിലിറ്റികളെ പറ്റിയും ഇറാന്റെ ആണവ സ്റ്റോറേജുകളെ പറ്റിയിട്ടുമാണ് അത്തരം ചർച്ചകൾ നടന്നിരുന്നത്. ഈ ചർച്ചയ്ക്കിടെയായിരുന്നു ഇറാനിലേക്ക് US-ഉം ഇസ്രായേലും സംയുക്ത ആക്രമണം നടത്തുകയും ചെയ്തത്. അപ്പോൾ ഇതിനുശേഷം പല ഘട്ടത്തിലും ഇറാൻ പ്രതികരിച്ചിരുന്നത് അമേരിക്കയെ ഇത്തരം ചർച്ചകൾക്കായി ക്ഷണിക്കാൻ കഴിയില്ല, ഇക്കാര്യത്തിൽ അമേരിക്കയെ വിശ്വാസത്തിലെടുക്കാൻ സാധിക്കില്ല എന്നുമാണ് ഇറാൻ പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ നേരിട്ടുള്ള ചർച്ചകൾക്ക് ചിലപ്പോൾ അവർ ഇനി മുന്നോട്ടുള്ള ഘട്ടത്തിലാണെങ്കിലും ഇത്തരം ചില പ്രശ്നങ്ങൾ അത് മുന്നോട്ട് വെച്ചേക്കാം. പ്രത്യേകിച്ച് പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ വെച്ച് ഇത്തരം ചർച്ചകൾ നടക്കാൻ സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഇത്തരം ചർച്ചകൾക്കുള്ള ഒരു പ്രശ്നമായി ഇറാൻ ചൂണ്ടിക്കാട്ടാൻ പോകുന്നതും മുൻപ് ഈ സമാധാന ചർച്ചകൾക്കിടെ തന്നെ ആക്രമണം നടത്തിയ US-നെ എങ്ങനെ വിശ്വസിക്കാൻ സാധിക്കും എന്നൊരു കാര്യം തന്നെയാകും. എന്തായാലും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നു ചർച്ചകൾ പുരോഗമിക്കുന്നു. എന്നാൽ അവരുടെ നേതാക്കൾ, ഇറാനിയൻ നേതാക്കൾ ഇത് പരസ്യമായി സമ്മതിക്കാൻ മടിക്കുന്നതാണെന്നുമാണ് ട്രംപിന്റെ നിലവിലെ അവകാശവാദം. അതിന് അദ്ദേഹം കാരണമായി പറയുന്നത് ഇത്തരത്തിൽ പരസ്യമായി ഇത് സമ്മതിക്കുകയാണെങ്കിൽ ഇറാനിയൻ ജനതയുടെ ക്രോധത്തിന് അവർ വിധേയമായി വന്നേക്കാം. അങ്ങനെ അവരുടെ ജനത തന്നെ അവരെ കൊല്ലുന്ന ഒരു സ്ഥിതി വന്നേക്കാം, അല്ലെങ്കിൽ തങ്ങളാൽ തന്നെ അവർ കൊലപ്പെട്ടേക്കാം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കൊണ്ടാണ് ഇറാനിയൻ നേതാക്കൾ ഈ ചർച്ച നടക്കുന്നു എന്നുള്ള കാര്യം സമ്മതിക്കാത്തത് എന്നാണ് ട്രംപ് പറയുന്നത്. എന്നാൽ US-ന്റെ ഈ വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി ആയിട്ടുള്ള കരോലിൻ ലെവിറ്റ് നിലവിൽ പ്രതികരണം നടത്തിയിട്ടുള്ളത് ട്രംപ് പറഞ്ഞതിൻ്റെ നേരെ വിപരീതമായിട്ടാണ്. അതായത് കരോലിൻ ലെവിറ്റ് ഇപ്പോഴും പറയുന്നു ഇറാൻ നിരുപാധികം കീഴടങ്ങണം, ഇല്ലെങ്കിൽ നിലവിലുള്ളതിനേക്കാൾ ശക്തമായിട്ടുള്ള തിരിച്ചടി ഇറാന് നൽകുമെന്നാണ് കരോലിൻ ലെവിറ്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇത്തരം ചർച്ചകൾ നടക്കുന്നു, ഈ വെടിനിർത്തലുമായി മുന്നോട്ട് പോകുന്നു എന്നെല്ലാം ട്രംപ് പറയുന്നു. അപ്പോൾ ഈ ഒരു ചർച്ചകൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ എന്തിന് ഇറാൻ നിരുപാധികം കീഴടങ്ങണം എന്നൊരു ചോദ്യം കൂടിയുണ്ട്. മാത്രമല്ല ട്രംപ് പറഞ്ഞത് ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം അമേരിക്കയും ഇറാനും സംയുക്തമായി മുന്നോട്ട് കൊണ്ടുപോകും എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത്തരത്തിൽ ഒരു സഹകരിച്ചു കൊണ്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യമാണെങ്കിൽ എന്തിന് ഇറാൻ നിരുപാധികം കീഴടങ്ങണം? അങ്ങനെ ഒരു ചോദ്യം കൂടിയുണ്ട്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങൾ തന്നെ ഒരു യൂണിറ്റി ഇല്ലെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ട്രംപിന്റെ പ്രതികരണം ഒരു രീതിയിലാണ്, അതുപോലെ കരോലിൻ ലെവിറ്റിന്റെ പ്രതികരണം മറ്റൊരു രീതിയിലാണ്. അതുപോലെ പീറ്റ് ഹെഗ്സെറ്റ് പോലെയുള്ള നേതാക്കളുടെ കാര്യം നോക്കുകയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞത് യുദ്ധം ഇനിയും നീളും എന്നുള്ള കാര്യമാണ്. ട്രംപ് പറയുന്നു ഉടൻ അവസാനിക്കുമെന്ന്, പീറ്റ് ഹെഗ്സെറ്റ് പറയുന്നു യുദ്ധം നീളുമെന്ന്, കരോലിൻ ലെവിറ്റ് പറയുന്നു നിരുപാധികം കീഴടങ്ങണമെന്ന്. അപ്പോൾ ഇതിലേതാണ് വിശ്വസിക്കേണ്ടതെന്നുള്ള ഒരു ആശയക്കുഴപ്പം അത് എല്ലാവരുടെയും മനസ്സിലുണ്ട്. ഇപ്പോൾ ഇതിനിടെ യുദ്ധത്തിന്റെ സാഹചര്യം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നിലവിൽ ഇസ്രയേൽ ആക്രമണം കടുപ്പിച്ചിട്ടുള്ളത്, ഇപ്പോൾ ഇറാനിലേക്കുള്ള ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്, മധ്യ ഇറാനിൽ ഉൾപ്പെടെ കടുത്ത ആക്രമണം നടന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതുപോലെ ലെബനനിലും ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ലെബനനിൽ നിന്നുള്ള ഒരു ദൃശ്യമാണ് നമ്മൾ കുറച്ചു മുൻപേ കണ്ടത്. അവിടെ ഒരു റഷ്യൻ റിപ്പോർട്ടർ ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നതിനിടെ അദ്ദേഹത്തിന്റെ പിന്നിൽ ഒരു മിസൈൽ വന്ന് പതിക്കുകയായിരുന്നു. ഒരു ഭയപ്പെടുത്തുന്ന ദൃശ്യം തന്നെയാണ്. ഇത്തരത്തിൽ സാധാരണ ജനങ്ങൾക്ക് മാത്രമല്ല മാധ്യമപ്രവർത്തകർക്ക് ഉൾപ്പെടെ സുരക്ഷയില്ലാത്ത ഒരു കടുത്ത സാഹചര്യം തന്നെയാണ് ലെബനനിലുള്ളത്. ഇപ്പോൾ ഇറാൻ പോലെ തന്നെ ഇസ്രായേലിന് വലിയൊരു ഭീഷണിയുള്ള സ്ഥലമാണ് ലെബനൻ. ഈ ലെബനൻ സർക്കാരുമായി അവർക്ക് വലിയ തരത്തിലുള്ള ആശയപരമായിട്ടുള്ള വിയോജിപ്പുകളല്ലാതെ വലിയ തരത്തിലുള്ള പ്രശ്നങ്ങളില്ലെങ്കിലും ലെബനനിലുള്ള സായുധ ഗ്രൂപ്പായിട്ടുള്ള ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്ന് ഇറാനുമായിട്ടുള്ള സംഘർഷം ആരംഭിച്ച അന്ന് മുതൽ തന്നെ ഇസ്രായേലിന് ഭീഷണി ഉണ്ടായിരുന്നു. ഇസ്രായേലിന്റെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കിയും അതുപോലെ ടെല്ലവീവിലേക്ക് ഉൾപ്പെടെ ഹിസ്ബുള്ള ആക്രമണം നടത്തുന്ന പശ്ചാത്തലമുണ്ടായിരുന്നു. വടക്കൻ ഇസ്രായേലിൽ ഇപ്പോഴും ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നുള്ള ആക്രമണങ്ങൾ, ഈ റോക്കറ്റ് ലോഞ്ചറുകൾ ഉപയോഗിച്ചുള്ള ആക്രമണങ്ങളെല്ലാം ഇപ്പോഴും കടുത്ത രീതിയിൽ തന്നെയുണ്ട്. അപ്പോൾ ഈ പശ്ചാത്തലത്തിലാണ് ഈ ഹിസ്ബുള്ള ഗ്രൂപ്പിന് നേരെ അവർ കടുത്ത നടപടിയുമായി മുന്നോട്ട് പോകുന്നത്. ഈ തെക്കൻ ലെബനൻ കേന്ദ്രീകരിച്ചാണ് ഇസ്രായേലിന്റെ സൈനിക നടപടികൾ പ്രധാനമായിട്ടും പുരോഗമിക്കുന്നത്. ഇവിടെയുള്ള പ്രദേശങ്ങളിൽ നിന്ന് ജനങ്ങളോട് ഒഴിഞ്ഞു പോകാൻ അവിടെ
ഇസ്രായേൽ സൈന്യം നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയിരുന്നു. ഇവിടെയുള്ള ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഈ ഹിസ്ബുള്ളയുടെ പ്രവർത്തനം പ്രധാനമായിട്ടും നടക്കുന്നത്. അവരുടെ തലസ്ഥാനമായിട്ടുള്ള ബെയ്റൂട്ടിലേക്കും ഇസ്രായേൽ ആക്രമണം നടത്തുന്നുണ്ട്. എന്തായാലും ഈ വടക്കൻ ഇസ്രായേലും തെക്കൻ ഇസ്രായേലും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചില പാലങ്ങൾ, അതുപോലെ തന്നെ അത്തരം ഫെസിലിറ്റികളെല്ലാം ഇപ്പോൾ നിലവിൽ ഇസ്രായേൽ സൈന്യം നശിപ്പിച്ചിട്ടുണ്ട് എന്നാണ് വിവരം. അപ്പോൾ ഇത്തരം പാലങ്ങൾ ഉൾപ്പെടെ നശിപ്പിച്ചത് കാരണം ലെബനന്റെ ഔദ്യോഗിക സേനാ വിഭാഗത്തിന് തെക്കൻ ലെബനനിലേക്ക് പ്രവേശിക്കുന്നത് പൂർണ്ണമായിട്ടും തടയിടുകയാണ് ഇസ്രായേൽ. അപ്പോൾ ഇതുവഴി ഇങ്ങനെ ലെബനന്റെ സേനയെ ഈ തെക്കൻ മേഖലയിലേക്ക് കടന്നു വരുന്നത് തടഞ്ഞുകൊണ്ട് ഹിസ്ബുള്ള ഗ്രൂപ്പിനെ പൂർണ്ണമായിട്ടും തുടച്ചു നീക്കുകയാണ് ഇസ്രായേലിന്റെ നിലവിലെ ലക്ഷ്യമെന്ന് നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും ഈ തെക്കൻ ലെബനനിൽ ഇസ്രായേൽ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് തങ്ങളുടെ നിയന്ത്രണം വ്യാപിപ്പിച്ചിട്ടുണ്ടെന്നും പ്രദേശത്തെ ഒരു ബഫർ സോണായി പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുമാണ് അവരുടെ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഇറാനിലേക്ക് നോക്കുകയാണെങ്കിൽ ടെഹ്റാനിലടക്കം ആക്രമണങ്ങളുണ്ട്. സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലേക്കും ഇപ്പോഴും മിസൈൽ വർഷവും അതുപോലെ തന്നെ ഡ്രോൺ ആക്രമണങ്ങളെല്ലാം നടക്കുന്നുണ്ട്. അജയ്, ഈ അമേരിക്കയുടെ F-18 വിമാനം അത് വെടിവെച്ചിട്ടു എന്നൊക്കെയാണല്ലോ ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ അവകാശവാദം. അതിൽ വൈറ്റ് ഹൗസ് എന്തെങ്കിലും സ്ഥിരീകരണം നൽകിയിട്ടുണ്ടോ? ഇനി മറ്റൊന്ന്, ഈ ഇറാൻ മുന്നോട്ട് വെച്ച ഉപാധികൾ എന്തൊക്കെയാണ്? 5 ഉപാധികൾ. ഇപ്പോൾ യുഎസിൻ്റെതായിട്ടുള്ള നിരവധി വിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്നുള്ള ഇറാൻ്റെ അവകാശവാദങ്ങൾ അത് നേരത്തെയും ഉണ്ടായിരുന്നു. അവരുടെ F-35 വിമാനം, F-15 വിമാനം, ഇപ്പോൾ ഇതാ ഒരു F-18 വിമാനം, ഇതെല്ലാം വെടിവെച്ചിട്ടു എന്നുള്ള ഒരു പ്രസ്താവനകൾ ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ട്. ഇപ്പോൾ നിലവിൽ IRGC ആണ് ഇത്തരത്തിൽ F-18 വിമാനം വെടിവെച്ചിട്ടു എന്നുള്ള ഒരു പ്രസ്താവന പുറത്തിറക്കിയിട്ടുള്ളത്. എന്തായാലും അമേരിക്കയുടെ ഭാഗത്തു നിന്ന് നിലവിൽ സ്ഥിരീകരണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അമേരിക്ക ഇതിനു മുൻപേ അവരുടെ ചില F-35 വിമാനങ്ങൾ ഈ യുദ്ധമുഖത്ത് നിന്ന് പിൻവലിച്ചിരുന്നു. ഇതിന് ഒരു വിശദീകരണമായി അമേരിക്ക പറഞ്ഞത് ഈ വിമാനങ്ങൾ തങ്ങൾ സർവീസിന് അയച്ചിരിക്കുകയാണ്, അത് ഉടൻ തന്നെ യുദ്ധമുഖത്തേക്ക് തിരിച്ചു വരും എന്നാണ് അമേരിക്ക പറഞ്ഞിരുന്നത്. എന്നാൽ ഈ F-35 വിമാനങ്ങൾ അപ്രത്യക്ഷമായതിനെ പറ്റി ഇറാന്റെ ഭാഗത്ത് നിന്നുള്ള വന്നിട്ടുള്ള ഒരു പ്രതികരണം എന്ന് പറയുന്നത് അമേരിക്കയുടെ യുദ്ധവിമാനങ്ങളെ IRGC തകർത്തതാണെന്നാണ്. ഇതിന് ചില ദൃശ്യങ്ങൾ ഉൾപ്പെടെ അവർ പങ്കുവച്ചിരുന്നു. ഈ IRGC സേന ഈ യുദ്ധവിമാനങ്ങളെ ആക്രമിക്കുന്ന ചില ദൃശ്യങ്ങൾ അവർ പങ്കുവച്ചിരുന്നു. അതുപോലെ ഒരു F-35 വിമാനം അത് ഇറാഖിനുള്ളിൽ തകർന്നു വീണത് അമേരിക്ക തന്നെ സ്ഥിരീകരിച്ച കാര്യമാണ്. അത് ഇറാഖിലെ ഒരു സായുധ സേന നടത്തിയ ആക്രമണത്തിലാണ് ഈ F-35 വിമാനം അത് പൂർണ്ണമായി നശിക്കുന്ന ഒരു അവസ്ഥയുണ്ടായത്. അതുപോലെ മറ്റൊരു F-15 വിമാനം അത് തകർന്ന് അതിലേക്ക് തീപിടുത്തമുണ്ടായതിനെ തുടർന്ന് അടിയന്തര ലാൻഡിംഗ് നടത്തേണ്ടി വന്നിരുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം അവർക്ക് ഇപ്പോൾ US-ൽ തന്നെ നടന്നിട്ടുണ്ട്. ഇതിൽ ഇപ്പോൾ IRGC ആക്രമണം കടുപ്പിച്ചത് കാരണമാണ് ഈ നാശനഷ്ടങ്ങൾ ഉണ്ടായതെന്നാണ് ഇറാന്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം. എന്നാൽ ചില ടെക്നിക്കൽ പ്രശ്നങ്ങളാണ്, അതുപോലെ ചില ഫ്രണ്ട്ലി ഫയറിംഗ് കാരണമുള്ള തീപിടുത്തമാണ് എന്നതൊക്കെയാണ് അമേരിക്കയുടെ ഒരു വിഷയത്തിലുള്ള മറുപടി എന്ന് പറയുന്നത്. എന്തായാലും ഇപ്പോൾ അവരുടെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഈ USS എബ്രഹാം ലിങ്കൺ വിമാനവാഹിനി കപ്പൽ ഇതിനുൾപ്പെടെ കേടുപാടുകൾ സംഭവിച്ചു എന്നുള്ള രീതിയിൽ ഇറാന്റെ ഭാഗത്ത് നിന്ന് പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ US നിലവിൽ ആ എബ്രഹാം ലിങ്കൺ വിമാനവാഹിനി കപ്പലിന്റെ ചില ദൃശ്യങ്ങളും ഫോട്ടോകളും അടക്കം പങ്കുവെച്ചുകൊണ്ടാണ് ഇതിന് മറുപടി നൽകിയത്. ഇതിപ്പോഴും ശക്തമായി തന്നെ ഇറാനിയൻ തീരത്ത് തുടരുന്നു എന്നാണ് US പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇറാൻ നിലവിൽ മുന്നോട്ട് വയ്ക്കുന്ന 5 ഉപാധികൾ എന്ന് പറയുന്നത് അതിൽ ഏറ്റവും പ്രധാനം ഈ ഹോർമുസ് കടലിടുക്കിൽ ഇറാന്റെ പരമാധികാരം അംഗീകരിക്കുക എന്നത് തന്നെയാണ്. മറ്റൊന്ന്, നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾ അത് പൂർണ്ണമായി അവസാനിപ്പിക്കണം. അതുപോലെ ഭാവിയിൽ ഇത്തരം ആക്രമണങ്ങൾ ഉണ്ടാകില്ല എന്ന് ഉറപ്പ് നൽകണം. അതുപോലെ യുദ്ധത്തെ തുടർന്ന് ഇറാൻ ഉണ്ടായിട്ടുള്ള എല്ലാവിധ നാശനഷ്ടങ്ങൾക്കും കൃത്യമായിട്ടുള്ള നഷ്ടപരിഹാരം നൽകണം. ഇനി മുതൽ ഭാവിയിൽ ഒരു തരത്തിലുള്ള ആക്രമണങ്ങളും അതിപ്പോൾ US-ന്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഇറാനിലേക്ക് ഉണ്ടാകാതിരിക്കാൻ കൃത്യമായിട്ടുള്ള ഒരു സംവിധാനം രൂപീകരിക്കണം. ഇത്രയുമാണ് ഇറാന്റെ ഭാഗത്തു നിന്നുള്ള നിലവിലെ ഉപാധികൾ. റൈറ്റ്, അജയ് സുധാവിജു ആണ് വിവരങ്ങൾ നൽകിയത്. എന്താണെങ്കിലും ഇറാൻ അവിടെ ഉപാധികൾ മുന്നോട്ട് വയ്ക്കുന്നു. ഹോർമുസ് കടലിടുക്കിന്റെ സർവ്വനിയന്ത്രണം അംഗീകരിക്കണം എന്നിവ ഉൾപ്പെടുന്ന ഉപാധികളാണ് ഇറാൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. പക്ഷേ അമേരിക്ക പറയുന്നത് നേരെ മറിച്ചാണ്. അവിടെ കാര്യങ്ങളെല്ലാം അണ്ടർ കൺട്രോൾ ആണ് എന്നാണ് അമേരിക്ക പറയുന്നത്. ലക്ഷ്യത്തിലേക്ക് അടുത്തു എന്ന് വീണ്ടും വീണ്ടും ഒക്കെ ആവർത്തിക്കുന്നുണ്ട് ട്രംപ്. എന്തായാലും കാത്തിരിക്കും. ഇനി ഇന്ത്യയിലെ സാഹചര്യം നോക്കാം. ഈ പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ പാർലമെന്റിൽ ചർച്ച വേണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. അതിൽ ആവശ്യം ശക്തമാക്കുകയാണ് അവർ. സർവകക്ഷി യോഗത്തിലെ സർക്കാരിന്റെ വിശദീകരണം തൃപ്തികരമല്ല എന്നാണ് പ്രതിപക്ഷം പറയുന്നത്.
അതേസമയം കേന്ദ്ര സർക്കാർ പറയുന്നു ഏത് സാഹചര്യവും നേരിടാൻ തയ്യാറാണ്, LPG ക്ഷാമമില്ല, കൂടുതൽ കപ്പലുകൾ എത്തുമെന്നെല്ലാം കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നുണ്ട്. TG സജിത്ത് വിവരങ്ങളായി. സജിത്ത്, എനിക്ക് തോന്നുന്നു ഇപ്പോൾ നമ്മുടെ സംസ്ഥാനങ്ങളാണെങ്കിൽ പോലും ഹോട്ടലുകൾ ഉൾപ്പെടെ വീണ്ടും തുറന്ന് പ്രവർത്തിച്ചു തുടങ്ങി, അതായത് മെല്ലെ മെല്ലെ വാണിജ്യ സിലിണ്ടർ ഉൾപ്പെടെ ലഭിച്ചു തുടങ്ങി എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ പോലും ഈ പ്രതിപക്ഷം ഈ ഒരു സർവകക്ഷി പാർലമെന്റിൽ അടിയന്തരമായി ചർച്ച വേണമെന്ന് ആവശ്യപ്പെടുമ്പോൾ കേന്ദ്രം അതിന് വഴങ്ങുന്നുണ്ടോ? എന്താണ് നിലവിലത്തെ സാഹചര്യം? നമ്മൾ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം നിലവിൽ നമ്മുടെ രാജ്യത്തുണ്ടോ? ഗുഡ് മോർണിംഗ് എൽദോ. എന്തായാലും ഈ വിഷയത്തിൽ കടുത്ത നിലപാടിൽ തന്നെയാണ് പ്രതിപക്ഷം. അതായത് ഇന്നലെ സർവകക്ഷി യോഗം വിളിച്ച് കേന്ദ്ര സർക്കാർ നിലപാട് ഒന്നുകൂടി വിശദീകരിക്കുകയാണ്. നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക്സഭയിൽ ഒരു പ്രത്യേക പ്രസ്താവന നടത്തി സാഹചര്യങ്ങൾ വിശദീകരിച്ചിരുന്നു. അതിനുശേഷം സർവകക്ഷി യോഗം വിളിച്ചു എന്നതായിരുന്നു കേന്ദ്ര സർക്കാരിൻ്റെ ഇന്നലത്തെ നടപടി. ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യവും രാജ്യത്തുണ്ടാവില്ല, ഇന്ധനക്ഷാമം ഉണ്ടാവില്ല എന്ന ഉറപ്പാണ് വെക്കുന്നത്. പാചകവാതക ക്ഷാമത്തിന് നേരിയ ചില പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിലും അത് പരിഹരിക്കുമെന്ന ഉറപ്പാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. പക്ഷേ ഇതല്ല, രാജ്യം ഗുരുതരമായ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു എന്നതാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് ഈ വിഷയം പാർലമെന്റിൽ പ്രത്യേക ചർച്ച നടത്തണം എന്ന ആവശ്യം ഒന്നുകൂടി ശക്തമാക്കുകയാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. ഇതിനോട് സർക്കാരിന്റെ പ്രതികരണം ഇതുവരെയും ഉണ്ടായിട്ടില്ല. അതായത് പ്രത്യേക ചർച്ച പാർലമെന്റിൽ നടക്കുമോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഇതുവരെയും വന്നിട്ടില്ല. ഇന്നലെ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കാൻ ശ്രമിച്ചത് പല വിവിധ വിഷയങ്ങളിലാണ്. ഇന്ത്യ ഈ വിഷയത്തിൽ ഇതുവരെ നടത്തിയ ഇടപെടലുകളടക്കം പരാമർശിക്കുന്നുണ്ട്. ഇതിനിടയിൽ പാകിസ്ഥാൻ ഒരു മധ്യവർത്തി എന്ന രീതിയിൽ യുദ്ധം അവസാനിപ്പിക്കാൻ നീക്കം നടക്കുന്നു എന്ന വിഷയം പ്രതിപക്ഷ അംഗങ്ങൾ മുകുൾ വാസ്നിക് അടക്കമുള്ളവർ ഈ ചർച്ചയിൽ ഉയർത്തിക്കാട്ടിയിരുന്നു കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും. അതിന് കേന്ദ്ര സർക്കാർ കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നൽകിയ മറുപടി ഇങ്ങനെയാണ്: പാകിസ്ഥാൻ എല്ലാ കാലത്തും അമേരിക്ക അനുകൂല നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്, പക്ഷേ ഇന്ത്യ ആ നിലപാടല്ല എടുത്തിട്ടുള്ളത്. ഇന്ത്യ ഈ വിഷയത്തിൽ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ഡൊണാൾഡ് ട്രംപിനോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിന് അമേരിക്ക എന്ത് പ്രതികരണം നടത്തിയെന്ന കാര്യം കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടില്ല. എന്തായാലും ഈ വിഷയങ്ങളിൽ നയതന്ത്രപരമായും അല്ലാതെയും കേന്ദ്ര സർക്കാർ ഇതുവരെ സ്വീകരിച്ച നിലപാടുകൾ വിശദീകരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്തിരിക്കുന്നത്. പക്ഷേ അതുപോരാ, പാർലമെന്റിൽ പ്രത്യേക ചർച്ച വേണമെന്ന ആവശ്യത്തിൽ പ്രതിപക്ഷം ഉറച്ചു നിൽക്കുകയാണ്. സർക്കാർ എന്തായാലും ഈ വിഷയത്തിൽ ഇന്നൊരു മറുപടി നൽകുമെന്ന് നമുക്ക് കരുതാം. രാജ്യം നേരിടുന്ന ഈ പ്രതിസന്ധി കാലത്ത് വിശദമായ ചർച്ച വേണമെന്ന ആവശ്യം ഒന്നുകൂടി ഉറപ്പിക്കുകയാണ് പ്രതിപക്ഷം എന്നതാണ് സാഹചര്യം. ഇതിനൊരു മറ്റൊരു പശ്ചാത്തലം കൂടിയുള്ളത്, 5 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. സ്വാഭാവികമായും ഇതിൻ്റെ പ്രതിഫലനം രാഷ്ട്രീയപരമായി കൂടി പ്രതിഫലിക്കുന്നതാണ്. അത് മുന്നിൽ കണ്ടുകൂടിയാണ് പ്രതിപക്ഷത്തിൻ്റെ നീക്കമെന്ന് മനസ്സിലാക്കാം. എന്തായാലും വളരെ കരുതലോടുകൂടി തന്നെയാണ് കേന്ദ്ര സർക്കാരിൻ്റെയും മറുപടിയും നീക്കങ്ങളും. പാർലമെന്റിലെ പ്രസ്താവനയ്ക്ക് പിന്നാലെ ഇന്നലെ സർവകക്ഷി യോഗം ചേർന്നു. പക്ഷേ അത് പോരാ, പ്രത്യേക ചർച്ച വേണമെന്ന നിലപാടിൽ പ്രതിപക്ഷം ഉറച്ചു നിൽക്കുകയാണ്. റൈറ്റ്, TG സജിത്താണ് വിവരങ്ങൾ നൽകിയത്. എന്താണെങ്കിലും പശ്ചിമേഷ്യൻ യുദ്ധ സാഹചര്യം അത് നമ്മുടെ രാജ്യത്തെ തെരഞ്ഞെടുപ്പിൻ്റെ സാഹചര്യത്തിൽ പോലും അത് പരിശോധിക്കേണ്ടതുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടണം. എന്നാലും കേന്ദ്ര സർക്കാർ അവിടെ പാർലമെന്റിൽ പ്രത്യേക ചർച്ച വേണമെന്നുള്ള ആവശ്യം കേന്ദ്ര സർക്കാരിന് മുന്നിൽ വയ്ക്കുകയാണ് പ്രതിപക്ഷം. തൃപ്തികരമല്ല കേന്ദ്രത്തിൻ്റെ നിലപാട് എന്നാണ് പ്രതിപക്ഷത്തിൻ്റെ നിലപാട്. നമുക്കിനി തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് എത്താം, ഇടവേളയ്ക്ക് ശേഷം. കളിക്കളം റെഡി. കേരളം എന്ന വലിയ കോട്ടിൽ ഇനി പോരാട്ടം മുറുകുന്നു. 140 മണ്ഡലങ്ങളുടെ ഭാവി നിർണയിക്കുന്ന പോരാട്ടം. നെറ്റിന് അപ്പുറവും ഇപ്പുറവും അതികായന്മാർ. കേരളം വിധിയെഴുതുന്ന മഹാപോരാട്ടം. തെരഞ്ഞെടുപ്പ് വാർത്തകളുടെ വേഗമേറിയ കളം. കാണുക ദ ഇലക്ഷൻ ചാനൽ. വാർത്തകൾ നമ്മളെ തേടി വരും. വേഗവും സമയവും ചിലപ്പോൾ വ്യത്യാസപ്പെട്ടേക്കാം.
ഫ്ലാഷ് ന്യൂസുകളും ബ്രേക്കിംഗ് ന്യൂസുകളും പുറം കാഴ്ചകളായി ഓടിമറയും. കാഴ്ചകൾ വിശാലമായിരിക്കണം. ഒരു വശം മാത്രമല്ല, എല്ലാ വശവും നമ്മളിലേക്ക് എത്തണം. ഒൻപത് വാർത്ത തുടരുകയാണ്. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മത്സര ചിത്രം ഇന്നറിയാം. പത്രിക പിൻവലിക്കാനുള്ള അവസാന സമയം അത് വൈകിട്ട് 3 മണിയാണ്. നാമനിർദ്ദേശ പത്രിക പിൻവലിച്ച ശേഷം എന്തായാലും സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം ഉണ്ടായിരുന്ന 985 സ്ഥാനാർത്ഥികൾ ഉണ്ടാകുമോ എന്നൊക്കെ നമുക്ക് ഇന്ന് ഏറെക്കുറെ വ്യക്തമാകുമെന്ന് പ്രതീക്ഷിക്കാം. അപരന്മാർ ഉണ്ടാക്കുന്ന ഭീഷണി, അതിന്റെ ആശങ്കയിലാണ് പ്രമുഖർ അടക്കമുള്ള സ്ഥാനാർത്ഥികൾ. സാരംഗ് സുധാകരൻ കൂടുതൽ വിവരങ്ങൾ നൽകും. സാരംഗ്, ഗുഡ് മോർണിംഗ്. സാരംഗ്, ഈ 3 മണിക്കാണല്ലോ, അതൊരു വളരെ നിർണായകമായിട്ടുള്ള സമയമാണ് ഇലക്ഷൻ പ്രോസസ്സിലെ. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള ലാസ്റ്റ് മൊമെന്റ്. അപ്പോൾ ഈ അപരന്മാരെ നിയന്ത്രിക്കാൻ കഴിയുമോ എന്നുള്ളതായിരിക്കും സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചുള്ള വലിയ ചോദ്യം. എത്രത്തോളം അവർ പിന്മാറും എന്നുള്ളതൊക്കെ സംശയകരമാണ്. അതിൽ പല സ്ഥാനാർത്ഥികളും എതിർ സ്ഥാനാർത്ഥികളുടെ ആവശ്യപ്രകാരം നിൽക്കുന്നതൊക്കെ ആയിരിക്കും. അപ്പോൾ എന്താണ് ഒരു അന്തിമ ചിത്രം? എങ്ങനെയാണ് ഈ സാഹചര്യം ഉരുത്തിരിയുന്നത്? പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ ആരെങ്കിലും ഈ അപരന്മാരെ കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ടോ? എൽദോ, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ദിവസം, അതായത് നിയമസഭാ ഇലക്ഷന്റെ സുപ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. കാരണം ഈ ഒരു ഇലക്ഷന് നിരവധി, എൽദോ സൂചിപ്പിച്ച പോലെ തന്നെ അപരന്മാരുടെ ഒരു സാന്നിധ്യം എല്ലാ മണ്ഡലങ്ങളിലും പ്രമുഖർക്കെതിരെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ടായിരുന്നു എല്ലാ ഇലക്ഷൻ പ്രക്രിയകളും നടന്നതെങ്കിലും അതിലും അപരന്മാരെ സ്ഥാപിക്കാൻ, അല്ലെങ്കിൽ അപരന്മാരെ പത്രിക നൽകി മത്സര രംഗത്ത് ഇറക്കാൻ ആരും അത്ര കണ്ട് മടി കാണിച്ചില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. എല്ലാ മുന്നണികളുടെയും ഭാഗത്തുനിന്നും ഉള്ള പ്രമുഖരെയും നേരിടാൻ വേണ്ടി അപരന്മാരുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ ഇപ്പോൾ 985 സ്ഥാനാർത്ഥികളാണുള്ളത്. ഏറ്റവും കൂടുതലുള്ളത് കോഴിക്കോട് ജില്ലയിലെ കൊടുവള്ളി മണ്ഡലത്തിലാണ്. 17 സ്ഥാനാർത്ഥികളാണ്. തിരുവനന്തപുരത്തെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 16 സ്ഥാനാർത്ഥികളാണ് രംഗത്തുള്ളത്. അത്തരത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തിരഞ്ഞെടുപ്പ് ചിത്രം ഇന്ന് തെളിയും എന്നാണ് മനസ്സിലാക്കുക. പക്ഷേ ഇതിൽ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് നേരിടുന്ന മുന്നണികൾ എന്ന് പറയുന്നത് അപരന്മാരുടെ സാന്നിധ്യം എങ്ങനെ കുറയ്ക്കാൻ സാധിക്കും. ഇന്ന് 3 മണി വരെ സമയമുണ്ട്. ഇത്തരത്തിലുള്ളൊരു അപരന്മാരുടെ ഇത് കുറയ്ക്കാൻ വേണ്ടി അനുരഞ്ജന ചർച്ചകളും അതുമായി ബന്ധപ്പെട്ട ചർച്ചകളും ഇന്ന് നടക്കും. കാരണം ഇന്ന് പിൻവലിച്ചില്ലെങ്കിൽ അത് തെരഞ്ഞെടുപ്പിനെ ബാധിക്കും. എത്ര ചെറിയ വോട്ടാണ് അവർ നേടുന്നതെങ്കിൽ പോലും അത് തെരഞ്ഞെടുപ്പിലെ അന്തിമ വിധിയിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുമെന്ന കാര്യം തീർച്ചയാണ്. അതുകൊണ്ട് ഇന്ന് നടക്കാൻ പോകുന്ന പല ചർച്ചകളും ഈ ഒരു അപരന്മാരെ ഈ ഒരു മത്സര രംഗത്ത് നിന്ന് മാറ്റി നിർത്തുക എന്നതാണ്. അതിനൊപ്പം തന്നെ ഈ ഒരു മറ്റ് വിഷയങ്ങളും, അതായത് പ്രചാരണമടക്കം ഒരു സമാന്തരമായി നടക്കുന്നുണ്ടെങ്കിലും ഇന്നത്തെ ദിവസം കഴിയുന്നതോടുകൂടി വളരെ കുറച്ച് ദിവസം മാത്രമാണ് ഇനി ഇലക്ഷനിലേക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ഭാഗത്ത് വലിയ രീതിയിലുള്ള പ്രചാരണം നടക്കുന്നു, ഒപ്പം തന്നെ ഈ ഒരു അപരന്മാരുടെ സാന്നിധ്യവും വലിയ രീതിയിലുള്ള തലവേദന ഉണ്ടാക്കുന്നു. നമുക്കറിയാം, ഈ ഒരു 2026 ഇലക്ഷൻ വളരെ കുറഞ്ഞ സമയം മാത്രമാണ് എല്ലാ കാര്യങ്ങൾക്കും, അതായത് നാമനിർദ്ദേശ പത്രിക നൽകുന്നതായിക്കോട്ടെ, ഇലക്ഷനിലേക്കും ഒപ്പം തന്നെ അതിൻ്റെ അന്തിമ വിധിയിലേക്ക് അടക്കമുള്ള കാര്യങ്ങളിലെല്ലാം വളരെ ചുരുങ്ങിയ സമയം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. എല്ലാം വളരെ പെട്ടെന്നാണ്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ഈ ഒരു പത്രിക തള്ളിപ്പോകാനുള്ള സാധ്യതയടക്കം മുന്നണികൾ മുന്നിൽ കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഡമ്മി സ്ഥാനാർത്ഥികളെയും ഒന്നിലധികം പത്രികയടക്കം നൽകിയിരുന്നു. ഇത് തന്നെയായാലും ഇപ്പോൾ 985 സ്ഥാനാർത്ഥികൾ ഇപ്പോൾ നിലവിലുണ്ട്. അതിൽ എത്രത്തോളം പേർ ഇന്ന് 3 മണിക്കുള്ളിൽ പത്രിക പിൻവലിക്കും എന്നതുകൂടി മനസ്സിലാകുമ്പോൾ നാളെ തൊട്ട്, അല്ലെങ്കിൽ ഇന്ന് 3 മണിക്ക് ശേഷം കൃത്യമായ ഒരു മത്സര ചിത്രം തെളിയും. അതിനുശേഷമായിരിക്കും ഈ ഒരു പ്രചാരണത്തിന്റെ പൂർണ്ണമായ തോതിലേക്കുള്ള കാര്യങ്ങൾ കടക്കുക. അതിനൊപ്പം തന്നെ അപരന്മാരുടെ സാന്നിധ്യം എത്രത്തോളം ഉള്ളതെന്ന കാര്യവും വീണ്ടും നമ്മൾ പരിശോധിക്കേണ്ടി വരും. എന്ത് തന്നെ ആയാലും മത്സര ചിത്രം ഇന്ന് തെളിയും എന്നുള്ള കാര്യം തീർച്ചയാണ്. എൽദോ, റൈറ്റ്. ഒപ്പം തന്നെ സാരംഗ്, ഈ തിരുവനന്തപുരത്തെ സംബന്ധിച്ച്, തിരുവനന്തപുരത്ത് ഇന്ന് ഈ തിരുവനന്തപുരം മണ്ഡലത്തിലെ MLA ആന്റണി രാജു കഴിഞ്ഞ ദിവസങ്ങളായിട്ട് പ്രചാരണ രംഗത്ത് സജീവമായിരുന്നില്ല. അപ്പോൾ ഈ സ്ഥാനാർത്ഥിയായി സുധീർ കരമനയെ നിശ്ചയിച്ചതിൽ അദ്ദേഹത്തിന് ചില അതൃപ്തിയും എതിർപ്പും ഒക്കെ, പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ പാർട്ടിക്കൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിനപ്പുറത്തേക്ക് ഒരു പരസ്യമായിട്ട് വോട്ട് ചോദിച്ച് അദ്ദേഹം എത്തിയിരുന്നില്ല. പക്ഷേ ഇന്ന് വഞ്ചൂരിൽ ആന്റണി രാജു എത്തുകയാണ് എന്നുള്ളത് LDFന് ആശ്വാസകരമാണ്. എപ്പോഴാണ് ആ പരിപാടി? പൂർണ്ണമായിട്ടും ഈ പ്രശ്നങ്ങളൊക്കെ മാറ്റിവെച്ചിട്ടാണോ, അതോ ഇന്ന് തൽക്കാലത്തേക്ക് പേരിന് വേണ്ടി വന്നു പോവുകയാണോ ആന്റണി രാജു?
എൽദോ CPM-ന്റെ അനുരഞ്ജന ചർച്ചകൾ ഫലം കണ്ടു എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം കഴിഞ്ഞ ഇത്രയും ദിവസങ്ങളായി സുധീർ കരമനയുടെ പേര് മത്സരചിത്രത്തിൽ വന്നിട്ടും പ്രഖ്യാപനം ഉണ്ടായിട്ടും അടക്കം അദ്ദേഹം അല്ലെങ്കിൽ അതിനുശേഷം പ്രചാരണത്തിൽ ഇറങ്ങിയ ശേഷം പോലും ആന്റണി രാജുവിന്റെ ഭാഗത്തു നിന്നും യാതൊരുവിധ പിന്തുണയും ഈ പ്രചാരണ രംഗത്ത് ഉണ്ടായിരുന്നില്ല. നമുക്കറിയാം തിരുവനന്തപുരം സെൻട്രൽ ഏറ്റവും കൂടുതൽ സസ്പെൻസ് ഒളിപ്പിച്ചു വെച്ച ഒരു മണ്ഡലമായിരുന്നു. കാരണം വൈകിയാണ് അവിടുത്തെ സ്ഥാനാർത്ഥികൾ എല്ലാ മുന്നണികളും പ്രഖ്യാപിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ആ സുപ്രധാനപ്പെട്ട മണ്ഡലവുമാണ്. ആ മണ്ഡലം സിറ്റിംഗ് സീറ്റ് MLA ആയിട്ടുള്ള അല്ലെങ്കിൽ മുൻ MLA ആയിട്ടുണ്ടായിരുന്ന ആന്റണി രാജുവിനെ തന്നെ ജനാധിപത്യ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി ആന്റണി രാജു തന്നെ മത്സരിക്കണമെന്നായിരുന്നു തുടക്കം തൊട്ടുള്ള ചർച്ച. പക്ഷേ പിന്നീട് തൊണ്ടിമുതൽ കേസുമായി ബന്ധപ്പെട്ട ശിക്ഷാവിധി നിലനിൽക്കുന്നതുകൊണ്ട് മത്സര രംഗത്തേക്ക് ഇറങ്ങാൻ കഴിയില്ല എന്നൊരു ചിത്രം വന്നതോടുകൂടിയാണ് CPM കൂടുതൽ സമ്മർദ്ദത്തിലാവുകയും പക്ഷേ അപ്പോഴും സീറ്റ് തിരിച്ചെടുക്കുക എന്നത് ആദ്യം തന്നെ മുന്നണിയുടെ മുന്നിൽ ഉണ്ടായിരുന്നില്ല. പിന്നീടാണ് സീറ്റ് തിരിച്ചെടുക്കുകയും ഈ ഒരു സുധീർ കരമനയെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിലനിർത്തുക അടക്കം ചെയ്യുന്നത്. അതായത് ഈ ഒരു CPM-ന്റെ സഹായാത്രിയായിരുന്നു അദ്ദേഹം, സഹയാത്രികയായിരുന്നു. വളരെ ചെറുപ്പം തൊട്ട് തന്നെ ഇടതുപക്ഷ സഞ്ചാരി കൂടിയാണ്. അത് തുടക്കം ഈ ഒരു പ്രഖ്യാപനം വന്നതിന് ശേഷം പ്രചാരണ രംഗത്തിൽ നിന്ന് മാറി നിന്നത് വലിയ രീതിയിൽ വിമർശനങ്ങൾക്ക് കാരണമായിരുന്നു. അതിനുശേഷമാണ് സമൂഹ മാധ്യമങ്ങൾ വഴി വീഡിയോ ചെയ്തുകൊണ്ട് ഇത്തരത്തിൽ പ്രചാരണ രംഗത്ത് തുടക്കം കുറിച്ചത്. അതിനുശേഷം വീണ്ടും അനുരഞ്ജന ചർച്ചകളും മറ്റും നടത്തിയതിന് ഫലമായിട്ടാണ് ഇന്ന് വൈകിട്ട് 5 മണിക്കാണ് വഞ്ചിയൂരിലെ ഈ ഒരു പ്രചാരണ കൺവെൻഷനിലേക്ക് അദ്ദേഹം എത്തുമെന്ന് അറിയിച്ചിരിക്കുന്നത്. എന്ത് തന്നെയായാലും വരും ദിവസങ്ങളിലും ഇതിൽ കൂടുതൽ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കാൻ സാധ്യതയുണ്ട്. വലിയ രീതിയിലുള്ള മത്സരം നടക്കുന്ന ത്രികോണ മത്സരം നടക്കാനടക്കം സാധ്യതയുള്ള ഒരു മണ്ഡലമാണ് തിരുവനന്തപുരം സെൻട്രൽ. മാത്രമല്ല സെലിബ്രിറ്റി സ്ഥാനാർത്ഥിയാണ് ഇപ്പോൾ സുധീർ കരമന. മാത്രമല്ല കരമന ജയനുണ്ട്. അത്തരത്തിലുള്ള പ്രമുഖ സ്ഥാനാർത്ഥികളാണ് അവിടെ മത്സരിക്കുന്നതും. എന്ത് തന്നെയായാലും ആന്റണി രാജു കൂടി പ്രചാരണത്തിലേക്ക് ഇറങ്ങുന്നതോടുകൂടി മത്സര രംഗം കൂടുതൽ ചൂടുപിടിക്കും, പ്രചാരണ രംഗവും കൂടുതൽ ചൂടുപിടിക്കും. അത് ഈ ഒരു ഫലത്തെയും വോട്ടെടുപ്പിനെയും എല്ലാം കാര്യമായ രീതിയിൽ സ്വാധീനിക്കുമെന്ന കാര്യം തീർച്ചയാണല്ലോ. റൈറ്റ്. എന്തായാലും ആന്റണി രാജു കൂടി എത്തുന്നതോടുകൂടി ചൂടുപിടിക്കുമെന്ന് പ്രതീക്ഷിക്കാൻ തിരുവനന്തപുരത്ത്. എന്തായാലും ഇന്ന് വഞ്ചൂരിൽ അദ്ദേഹം സുധീർ കരമനയ്ക്ക് വേണ്ടി വോട്ട് ചോദിച്ചെത്തുമെന്നുള്ളതാണ്. ഇനി UDF-ലേക്ക് പോയാൽ കോൺഗ്രസ് അധികാരത്തിലെത്താതിരിക്കാൻ സംസ്ഥാനത്ത് CPM BJP ഡീൽ എന്ന ആരോപണവുമായി കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം ശശി തരൂർ MP-യും UDF-ന്റെ ഡീൽ ജനങ്ങൾക്കൊപ്പമാണ്. 85 മുതൽ 100 സീറ്റുകൾ വരെ നേടി UDF അധികാരത്തിൽ എത്തുമെന്നാണ് പ്രതീക്ഷയെന്നും ശശി തരൂർ ന്യൂസ് 18-നോട് പറഞ്ഞു. UDF-ന്റെ താരപ്രചാരകനായ ശശി തരൂർ ഗൃഹസന്ദർശന പരിപാടികളിൽ പങ്കെടുത്തുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തകർക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് എത്തുകയാണ്. എങ്ങനെയുണ്ട്? നന്നായിരിക്കണം. ഞാനിപ്പോ തിരുവനന്തപുരം ജില്ലയിലത്തെ മൊത്തം 14 സീറ്റിലത്തെ 11 ഇറങ്ങിക്കഴിഞ്ഞു. എല്ലാവരുടെയും സ്ഥാനാർത്ഥികളെ കാണലും ജനങ്ങളുടെ ആവേശം ഊർജ്ജ കാണുമ്പോൾ എന്റെ ആത്മവിശ്വാസം കൂടി വരികയാണ്. CPM BJP ഡീലുണ്ട് എന്ന് UDF ആരോപിക്കുന്ന സാഹചര്യം ഒരു വശത്ത്, തിരിച്ച് മറുവശത്തും അതുപോലെ തന്നെ ഈ ഡീല് വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് തരൂർ? ഞാൻ ഒരു കാര്യം പറയട്ടെ. ഈ ഡീലിന്റെ വിഷയം ഒരു പക്ഷത്തിൽ സത്യമുണ്ടാവാൻ കാരണം നിങ്ങൾക്ക് അറിയാമല്ലോ, 2 പാർട്ടിയും ആഗ്രഹിക്കുന്നത് ഞങ്ങളെ തടുക്കാനാണ്. BJPയുടെ വിചാരം CPM ജയിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഗുണം ചെയ്യും ലോങ് ടേമിൽ. CPMന്റെ വിചാരം BJPയുടെ സഹായം കിട്ടിയാൽ അവർ തുടർഭരണം കൊണ്ടുവരാം. അപ്പോൾ അവരുടെ ഇടയിൽ ഡീൽ ഉണ്ടാവാൻ നല്ല സാധ്യതയുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് അവർ എന്ത് ഡീൽ ചെയ്താലും ഞങ്ങളുടെ ഡീല് ജനങ്ങളുടെ ഒപ്പം, ഞങ്ങളുടെ ഡീല് ജനങ്ങളുടെ ഭാവിക്ക് വേണ്ടി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു മുന്നണിയാണ് ഞങ്ങളുടെ ഡീല് നിങ്ങൾക്കൊരു മെച്ചപ്പെട്ട ഒരു ഭാവി ഈ കേരളത്തിൽ കൊണ്ടുവരുന്നതാണ്. അതാണ് നമ്മുടെ സന്ദേശം. ഈ 100 സീറ്റുമായി UDF അധികാരത്തിൽ വരുമെന്ന് തരൂർ ഉറപ്പിക്കുന്നു. 85 മുതൽ 100 വരെയാണെന്ന് നേതാക്കൾക്ക് പറയുന്നത്. അത് മതി, സന്തോഷമായി. ശശി തരൂരിന്റെ പ്രതികരണം തേടി ഡാൻ കുര്യൻ ഇപ്പോൾ ചേരുന്നുണ്ട്. ഡാൻ, ശശി തരൂർ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ, അതിനു മുമ്പും ഡീൽ ആരോപണം തുടർച്ചയായിട്ട് ഉന്നയിക്കുന്നുണ്ട് UDF കോൺഗ്രസ് നേതാക്കൾ പ്രത്യേകിച്ചും. അപ്പോൾ ശശി തരൂരും അത് ആവർത്തിക്കുകയാണ്. എന്താണ് കോൺഗ്രസ് നേതൃത്വം ഈ ഡീലാരോപണത്തിൽ തന്നെ ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടം മുഴുവൻ അതിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളൊരു നിലപാടിലാണെന്ന് തോന്നുന്നു? കോൺഗ്രസിന്റെ ദേശീയ നേതാക്കൾ ഉൾപ്പെടെ സംസ്ഥാനത്ത് CPM BJP ഡീൽ നിലനിൽക്കുന്നു എന്നുള്ള ആക്ഷേപം പ്രചാരണ രംഗത്ത് സജീവമാക്കിയിരിക്കുന്നതിനിടയിലാണ് തിരുവനന്തപുരത്ത് പ്രചാരണ പരിപാടികളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗമായ ശശി തരൂരും ഇതേ ആരോപണം പരസ്യമായി തന്നെ ഉന്നയിക്കുന്നത്. അതായത് തുടർഭരണം സാധ്യമാകുക എന്ന ലക്ഷ്യത്തോടെയാണ് BJPയുമായി CPM അത്തരത്തിലൊരു ധാരണ ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ശശി തരൂരിന്റെ ഈ പ്രസ്താവന വലിയ തരത്തിൽ ചർച്ചകൾക്ക് വഴിവെക്കുമെന്ന് ഉറപ്പാണ്. കാരണം
രണ്ടുപേരുടെയും ലക്ഷ്യം UDF ആണ്. UDF-നെ പരാജയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇങ്ങനെയൊരു അന്തർധാര നിലനിൽക്കുന്നത് എന്നാണ് ശശി തരൂർ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ ഡീൽ വിവാദം തെരഞ്ഞെടുപ്പിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ മുഖ്യ പ്രചാരണ വിഷയമായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. പ്രതിപക്ഷ നേതാവ് അടക്കം 11 ഏതൊക്കെ മണ്ഡലങ്ങളാണ് എന്ന് തനിക്കറിയാം, ഏത് തരത്തിലുള്ള ഡീല് നടന്നിരിക്കുന്നതെന്നും അറിയാമെന്ന് വളരെ സ്പെസിഫിക് ആയാണ് കഴിഞ്ഞ ദിവസമൊക്കെ വ്യക്തമാക്കിയത്. അതിന് പിന്നാലെയാണ് കോൺഗ്രസിന്റെ മറ്റ് മുതിർന്ന നേതാക്കളും സമാനമായ ആരോപണം ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തുന്നത്. അതായത് ഇതൊരു സജീവ ചർച്ചാ വിഷയമാക്കി നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് കോൺഗ്രസ് നേതാക്കൾ ഒരേപോലെ ഈ ഡീൽ വിവാദം വലിയൊരു ആരോപണമായി രാഷ്ട്രീയ രംഗത്ത് ഉയർത്തിക്കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ വിവാദങ്ങൾക്ക് ഏത് തരത്തിലാകും മറുചേരിയിലുള്ളവർ മറുപടി നൽകുക എന്നതാണ് ഇനി അറിയാനുള്ളത്. റൈറ്റ്, ഡോൺ സൂചിപ്പിച്ചതുപോലെ തന്നെ കോൺഗ്രസ് അത് സജീവമായി നിലനിർത്തുകയാണ് ഡീൽ ആരോപണം. ഇപ്പോൾ രാഹുൽ ഗാന്ധിയും ആരോപണം കഴിഞ്ഞ് ഉന്നയിച്ചിരുന്നു. CPM BJP ഡീൽ ആവർത്തിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി. കേരളത്തിൽ UDF-ഉം CPM BJP സഖ്യവും തമ്മിലുള്ള പോരാട്ടമാണ് നടക്കുന്നത്. നയപരമായി BJP-യും CPM-ഉം ഒന്നാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. തന്നെ 5 ദിവസമാണ് ED ചോദ്യം ചെയ്തത്. എന്നാൽ എന്തുകൊണ്ട് മുഖ്യമന്ത്രിയെ വെറുതെ വിടുന്നുവെന്നും രാഹുൽ ഗാന്ധി ചോദിച്ചു. The central fight in the Kerala election. Are we going to empower and free the spirit of Kerala? Only two parties fighting in Kerala. One is the UDF alliance and the other is the partnership between the BJP and the LDF. The LDF and their hidden partner, the BJP, divide people, crush people's dream. And the policies of the LDF simply cannot be differentiated from the policies of the BJP. I have almost 40 cases against me. I've been interrogated 5 days in a row by the Enforcement Directorate. And the BJP attacks me every second of every day. Why does the BJP not attack the Chief Minister of Kerala? Why are the corruption cases against the Chief Minister not going anywhere? Of collusion between the BJP and the LDF. CPM സഞ്ചരിക്കുന്നത് BJP-യുടെ അജണ്ടയ്ക്കൊപ്പമാണെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും. BJP-ക്ക് വോട്ട് നൽകിയാൽ ഗുണം ലഭിക്കുക LDF-നാണ്. BJP-ക്ക് കേരളത്തെ മനസ്സിലായിട്ടില്ല. അവർ കേരളത്തിനുള്ളിൽ അന്യഗ്രഹ ജീവികളെ പോലെയാണെന്നും ഖാർഗെ പറഞ്ഞു. People here say that there is a secret understanding between CPIM and BJP in Kerala and it has a name, Communist Janata Party. What NDA is doing here in Kerala, where they know they cannot win, BJP is fielding weak candidates, especially to help LDF. They are not trying to win. They are trying to help LDF. Every vote for BJP is vote gifted to LDF. The only genuine vote for change is a vote for UDF. കേരളത്തിൽ UDF തരംഗം ആഞ്ഞടിക്കുമെന്ന് ആദ്യം മനസ്സിലാക്കിയത് പിണറായി വിജയനാണെന്ന് KC വേണുഗോപാൽ. അതുകൊണ്ട് PR സഹായത്തോടെ വാക്കുകളുടെ ശൈലി മാറ്റി. പക്ഷേ G സുധാകരൻ CPM വിട്ടപ്പോൾ പറഞ്ഞ വാക്കുകളിൽ പിണറായിയുടെ യഥാർത്ഥ ശൈലി പുറത്തു വന്നു എന്നും KC വേണുഗോപാൽ പറഞ്ഞു. ബാർ ലൈസൻസ് പുതുക്കലിൽ നടന്നത് കോടികൾ അഴിമതിയാണെന്നും വേണുഗോപാൽ ആരോപിച്ചു. കേരളമാകെ ആഞ്ഞു വീശുന്ന ഒരു UDF തരംഗമായിട്ട് ഇത് മാറാൻ പോവുകയാണ്. ഇത് ആദ്യം മനസ്സിലാക്കിയ ആള് വേറെ ആരുമല്ല, സാക്ഷാൽ പിണറായി വിജയനാണ്. അതുകൊണ്ട് തന്നെയാണ് ഇടക്കാലത്ത് അദ്ദേഹത്തിൻ്റെ വാക്കുകളൊക്കെ തന്നെ ഒന്ന് PR ഏജൻസികൾ പറയുന്നതനുസരിച്ച് മാറ്റിയിരുന്നു. ആ ശൈലി മാറ്റിയിരിക്കുകയായിരുന്നു. എന്നിട്ട് അദ്ദേഹം ഇടക്ക് പറഞ്ഞു, ഞാൻ സന്യാസിയെ പോലെയാണ് ഇപ്പം എന്നൊക്കെ അദ്ദേഹം പറയുന്നത് കേട്ടു. പക്ഷേ കഴിഞ്ഞ 4 ദിവസം മുമ്പ് നമ്മൾ കണ്ടു G സുധാകരൻ മാർക്സിസ്റ്റ് പാർട്ടിയോട് സലാം പറഞ്ഞ് അമ്പലപ്പുഴയിൽ സ്ഥാനാർത്ഥിയാകാൻ തീരുമാനിച്ചപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു, സുധാകരൻ കാണിക്കുന്നത് ചെറ്റത്തരമാണ്. അപ്പോൾ PR ഏജൻസി മൂടി വെച്ച പിണറായി വിജയന്റെ യഥാർത്ഥ മുഖം പുറത്തു വന്നിരിക്കുന്നുവെന്ന് നമ്മൾ മനസ്സിലാക്കുക. 200ഓളം ബാറുകൾക്ക് ലൈസൻസ് നീട്ടിക്കൊടുത്തത് ടൂറിസം വകുപ്പിന്റെ ക്ലാസിഫിക്കേഷൻ 5 വർഷത്തേക്കാണ്. ആ 5 വർഷത്തെ ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞ ബാറുകൾക്കാണ് നീട്ടിക്കൊടുത്തിരിക്കുന്നത്. ഇത് വെറുതെ നീട്ടിക്കൊടുക്കുവോ? ഇല്ല.
കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ്, കാട്ടുകൊള്ളയാണ് ഇതിന്റെ പിന്നിൽ നടന്നിരിക്കുന്നത്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള നമ്മൾ കണ്ടതാണ്. അയ്യപ്പനെ പോലും വെറുതെ വിട്ടില്ല. അയ്യപ്പന്റെ സ്വത്ത് കട്ടവരാണിവർ, സ്വർണം കട്ടവരാണിവർ. ജയിലിലേക്ക് സ്വന്തം നേതാക്കന്മാർ പോകുന്നത് അഭിമാനമാണെന്ന് വിചാരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയുള്ള നാടായി ഈ നാടിനെ ഇവർ മാറ്റി. തിരികെ താഴെ അലക്സേഷൻ. കളിക്കളം റെഡി. കേരളം എന്ന വലിയ കോട്ടിൽ ഇനി പോരാട്ടം മുറുകുന്നു. 140 മണ്ഡലങ്ങളുടെ ഭാവി നിർണയിക്കുന്ന പോരാട്ടം. നെറ്റിന് അപ്പുറവും ഇപ്പുറവും അതികായന്മാർ. കേരളം വിധിയെഴുതുന്ന മഹാപോരാട്ടം. തെരഞ്ഞെടുപ്പ് വാർത്തകളുടെ വേഗമേറിയ കളം. കാണുക ദ ഇലക്ഷൻ ചാനൽ. വാർത്തകൾ നമ്മളെ തേടി വരും. വേഗവും സമയവും ചിലപ്പോൾ വ്യത്യാസപ്പെട്ടേക്കാം. ഫ്ലാഷ് ന്യൂസുകളും ബ്രേക്കിംഗ് ന്യൂസുകളും പുറം കാഴ്ചകളായി ഓടിമറയും. കാഴ്ചകൾ വിശാലമായിരിക്കണം. ഒരു വശം മാത്രമല്ല, എല്ലാ വശവും നമ്മളിലേക്ക് എത്തണം. വീണ്ടും 9 വാർത്തയിലേക്ക്. കായംകുളം മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി യു പ്രതിഭ MLAക്കെതിരെ സ്ത്രീവിരുദ്ധ പ്രസ്താവനയിൽ പോലീസിൽ ഇന്ന് പരാതി നൽകും പ്രതിഭ. പരാമർശം നടത്തിയ ഇർഷാദിനെ ലീഗ് സസ്പെൻഡ് ചെയ്തിരുന്നു. സംഭവത്തിൽ ജില്ലാ കളക്ടർ റിപ്പോർട്ട് തേടി. വിഷയം പ്രചാരണ ആയുധമാക്കാനാണ് LDFന്റെ തീരുമാനം. UDF സ്ഥാനാർത്ഥി M ലിജു ഇർഷാദിന് വേണ്ടി പരസ്യമായി യു പ്രതിഭയോട് മാപ്പ് ചോദിച്ചിരുന്നു. തനിക്കെതിരെ സൈബർ ആക്രമണം നടക്കുന്നുവെന്നും പരാതിയുമായി മുന്നോട്ട് പോകുമെന്നും യു പ്രതിഭ പ്രതികരിച്ചു. ഇന്നലെ പാർട്ടി മണ്ഡലം കമ്മിറ്റി തന്നെയാണ് പത്രസമ്മേളനത്തിൽ സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നത്. നയം അവർ പറഞ്ഞിരുന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകും എന്ന് പറഞ്ഞു. സുമോട്ടോ ഒക്കെ തന്നെ ഇപ്പം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് എടുത്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ വിശദാംശങ്ങൾ കിട്ടിയില്ല. മറ്റൊന്ന്, മഹിളാ അസോസിയേഷൻ നേതൃത്വത്തിലാണ് ഇന്ന് പോലീസ് കംപ്ലയിൻറ്റ് ചെയ്യുന്നത്. അതെല്ലാം അതിൻ്റെ കാര്യങ്ങൾ നടക്കുന്നു. നമ്മൾക്ക് ആ സമയത്ത് ഉണ്ടായിട്ടുള്ള ഒരു വിഷമത്തിൽ അവിടെ ആരെങ്കിലും അതിനെയൊന്നും അവിടെ എതിർത്ത് ആ സമയത്ത് പറഞ്ഞിരുന്നെങ്കിൽ വെച്ചാൽ ഒരു മീറ്റിങ്ങാണ്, അവിടെ ഇരിക്കുന്ന സ്ത്രീകളോ പുരുഷന്മാരോ ആരെങ്കിലും നമ്മൾ ഇത്തരത്തിലുള്ള ആരോപണങ്ങളല്ലല്ലോ തിരഞ്ഞെടുപ്പിൽ പറയേണ്ടത് എന്ന് ആരും പറയാതെ പിന്നീട് അതിനെപ്പറ്റി പറയാൻ ഞാൻ ആളല്ല. അത് അവരുടെ ഐഡിയോളജിയുടെ ഭാഗമായി അവർ ചെയ്യുന്നതാണ്. പക്ഷേ ആ സമയത്ത് ആരും വിലക്കിയില്ല എന്നുള്ള പ്രധാനപ്പെട്ട ലീഡേഴ്സ് അടക്കം ആ വേദിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശരണ്യ, എന്തായാലും പോലീസിനെ സമീപിക്കുക, നിയമപരമായി മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് യു പ്രതിഭയുടെ നിലപാട്. അപ്പോൾ എങ്ങനെയാണ് UDF ഈ വിഷയത്തിൽ ഒരു പ്രതിസന്ധി നേരിടുന്നുണ്ട്? നടപടി എടുത്തുവെങ്കിൽ പോലും തെരഞ്ഞെടുപ്പ് രംഗത്തെ ഒരു അനാവശ്യ വർത്തമാനമായി പോയി, അധിക്ഷേപമാണ് എന്ന് UDFന്റെ നേതാക്കൾ ഉൾപ്പെടെ അതിൽ സമ്മതിക്കുകയും ചെയ്യുന്നു. എന്താണ് ഇനിയുള്ള സംഭവം? എൽദോ, ഇത് നിയമപരമായി നേരിടാനാണ് CPMന്റെ തീരുമാനം. ഈ വിഷയത്തിനകത്ത് യു പ്രതിഭ കായംകുളം പോലീസിൽ പരാതി നൽകും എന്നുള്ളതാണ് അവർ അറിയിച്ചിട്ടുള്ളത്. മാത്രമല്ല
മഹിളാ അസോസിയേഷൻ നേതൃത്വത്തിൽ CPM-ന്റെ നേതാവായ PK ശ്രീമതി തെരഞ്ഞെടുപ്പ് കമ്മീഷനും പരാതി നൽകിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ആലപ്പുഴ ജില്ലാ കളക്ടറോട് ഉച്ചയ്ക്ക് 1 മണിക്ക് മുമ്പ് റിപ്പോർട്ട് നൽകുന്നതിനായി ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ എൽദോ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു രാഷ്ട്രീയ നേതാവെന്നല്ല, ആരെയും പറയാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു സംസാരമായിരുന്നു UDF-ന്റെ കൺവെൻഷൻ വേദിയിൽ വെച്ച് ഇർഷാദിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഇർഷാദിനെ ഈ ലീഗ് സസ്പെൻഡ് ചെയ്തിട്ടുള്ളതായി അവർ അറിയിച്ചിട്ടുണ്ട്. പ്രാഥമിക അംഗത്തിൽ നിന്ന് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു എന്നുള്ളതാണ് ലീഗ് അറിയിച്ചിട്ടുള്ളത്. മറ്റൊന്ന്, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് LDF അതൊരു മുഖ്യ തെരഞ്ഞെടുപ്പ് പ്രചാരണ ആയുധമായി തന്നെ അവർ അത് ഉപയോഗിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇന്ന് സ്ത്രീകളുടെ നേതൃത്വത്തിൽ കായംകുളത്ത് പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ വിഷയത്തിൽ M. ബിജു ഖേദപ്രകടനം നടത്തിയിട്ടുണ്ട്. അദ്ദേഹം വ്യക്തമാക്കിയത് താൻ ഉണ്ടായിരുന്ന വേദിയിലല്ല ഇങ്ങനെ ഒരു സംഭാഷണം ഉണ്ടായിട്ടുള്ളത്, പിന്നീട് മാധ്യമങ്ങളിലൂടെയാണ് ഇത് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ് എനിക്ക് വ്യക്തമാക്കിയത്. ഇന്നലെ രാവിലെ തന്നെ ബിജു ആ വിഷയത്തിനകത്ത് മാധ്യമങ്ങൾ വാർത്തയായതുകൊണ്ട് തന്നെ ആ വിഷയത്തിനകത്ത് ഇർഷാദിന് വേണ്ടി ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. മറ്റൊന്ന്, ഈ പ്രതിഭയുമായി ബന്ധപ്പെട്ട് നേരത്തെ അവർ മാധ്യമപ്രവർത്തകരെതിരെ പറഞ്ഞ അധിക്ഷേപങ്ങളാണ്. അതും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ച ആയിട്ടുണ്ട്. കാരണം മാധ്യമപ്രവർത്തകർ വേശ്യാവൃത്തിക്ക് പോകുന്നതാണ് നല്ലത് എന്നായിരുന്നു വനിതാ മാധ്യമപ്രവർത്തകരെ ഉൾപ്പെടെ അവർ അധിക്ഷേപിച്ചുകൊണ്ട് പറഞ്ഞത്. അത്തരം വീഡിയോകളും ഇതിനെ പ്രതിരോധിക്കുകയും മറ്റൊരു ഭാഗം അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. എന്തായാലും കായംകുളത്ത് ഇതൊരു മുഖ്യ തെരഞ്ഞെടുപ്പ് വിഷയമായി കൂടി ഈ സംഭവം മാറിയിട്ടുണ്ട്. അതാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് വിഷയമായി അത് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്നാലും കായംകുളത്ത് വലിയ ചർച്ച നടക്കുന്നു എന്നാണല്ലോ ഇന്നലെ ഉണ്ടായ സംഭവം അതിങ്ങനെ വലിയ തോതിൽ ഡെവലപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. കത്തോലിക്ക സഭ പറഞ്ഞ എല്ലാ കാര്യങ്ങളും സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി കേരള കോൺഗ്രസ് നടപ്പിലാക്കിയെടുത്തുവെന്ന് ജോസ് കെ മാണി. സർക്കാരിനെ പ്രതിസന്ധിയിലാക്കാതെയുള്ള നയതന്ത്രമാണ് കേരള കോൺഗ്രസ് സ്വീകരിച്ചത്. സഭ പറയാത്ത പല കാര്യങ്ങൾ പോലും പ്രതിപക്ഷം ഉന്നയിക്കുന്നതിന് മുമ്പ് തന്നെ കേരള കോൺഗ്രസ് സർക്കാരിന് മുന്നിൽ ഉന്നയിച്ചിരുന്നു. കത്തോലിക്ക സഭ ഇക്കുറി സർക്കാർ വിരുദ്ധ നിലപാട് സ്വീകരിക്കില്ല. കേരള കോൺഗ്രസ് പാർട്ടി സഭയുടെ എല്ലാ പിന്തുണയും ഉണ്ടാകുമെന്നും ജോസ് കെ മാണി ന്യൂസ് 18 പറഞ്ഞു. ആ ഇഷ്യൂസ് കേരള കോൺഗ്രസ് എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ, ആ ഇഷ്യൂസിന് പരിഹാരം കാണുവാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. പക്ഷെ ഞാനൊരു തരത്തിൽ പറഞ്ഞാൽ ഇപ്പോൾ UDF-ൽ ഞങ്ങളുള്ള ആ കാലഘട്ടത്തിനേക്കാൾ കൂടുതൽ അത് ക്രൈസ്തവ സഭയ്ക്കിൻ്റെ കാര്യം മാത്രമല്ല പൊതുജനകീയ വിഷയങ്ങൾ ഏറ്റെടുക്കുവാനും ഒരു തരത്തിൽ പറഞ്ഞാൽ പ്രതിപക്ഷം ഇടപെടുന്നതിനേക്കാൾ കൂടുതൽ ഇടപെട്ടിട്ടുണ്ട്. ചില കാര്യങ്ങൾ നേടിയെടുക്കുവാനും അതിന് പരിഹാരം കാണുവാൻ എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ കഴിയും. പക്ഷെ അത് പറയുമ്പോഴും ചെയ്യുമ്പോഴും ഒരിക്കലും ഈ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കാതെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതാണ് അതിൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നത്. ഇപ്പോൾ വനഭേദഗതി നിയമം കൊണ്ടുവന്നു, അല്ലെങ്കിൽ വന്യമൃഗ സംരക്ഷണ ബില്ലിൽ അതിനകത്തൊരു ഭേദഗതി വേണമെന്ന് പറഞ്ഞു, അത് നമ്മൾ കൊണ്ടുവന്നു. വനഭേദഗതി നിയമം വന്നപ്പോൾ അതെതിരായിട്ട് നമ്മുടെ കർഷകരെ ബാധിക്കുമെന്ന് പറഞ്ഞു. അത് അവിടെ അസംബ്ലി നിയമസഭയെ കൊണ്ടുവരാനിരുന്നതല്ലേ. അപ്പം നമ്മൾ ഇടപെട്ടു. അത് വിഷമം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു, അത് മാറ്റിവെച്ചു. അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ടായിരുന്നു, അത് നമുക്ക് കൊണ്ടുവന്നു. JV കോശി കമ്മീഷൻ, ജസ്റ്റിസ് JV കോശി കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് അത് വേണമെന്ന് ആവശ്യപ്പെട്ടു. അത് നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു. അത് ആദ്യമേ നമുക്ക് എന്താ വേണ്ടത്, ഇതുപോലൊരു കമ്മീഷൻ UDF ആണ് ചെയ്യുമോ? ചെയ്യില്ലല്ലോ. കമ്മീഷൻ കൊണ്ടുവന്നു. ആ കമ്മീഷൻ്റെ റിപ്പോർട്ട് പുറത്തുവിടില്ല എന്ന് മാധ്യമങ്ങൾ പറഞ്ഞു പുറത്തുവിട്ടു. അത് സഭയുടെ നേതാക്കന്മാരുമായിട്ട് ചർച്ച ചെയ്തു. അതിനകത്ത് ചില കാര്യങ്ങൾ ഇപ്പോൾ ചെയ്തു കഴിഞ്ഞു. ഇപ്പോൾ സന്യസ്തർക്കുള്ള അവിടെ പെൻഷൻ, അത് അതിനകത്തുള്ള ശുപാർശയാണ്. അങ്ങനെ പല കാര്യങ്ങളും അതിനകത്തുണ്ട്. അത് ഓൾറെഡി ചെയ്തു കഴിഞ്ഞതാണ്. ഇനിയും പലതും ചെയ്യാനുണ്ട്. അത് ശരിയാണ്. പക്ഷേ ആദ്യമേ കമ്മീഷൻ റിപ്പോർട്ട് വന്നിട്ടല്ലേ അതിലേക്കുള്ള കാര്യങ്ങളിലേക്ക് നടപടിയിലേക്ക് പോകും. സന്യസ്തർക്കുള്ള പെൻഷൻ വന്നതിന് ശേഷവും നിലപാട് പറഞ്ഞത്, കത്തോലിക്ക കോൺഗ്രസ് നിലപാട് പറഞ്ഞത് അത് JB കോശി കമ്മീഷൻ റിപ്പോർട്ടുമായിട്ട് കൂട്ടിക്കുഴയ്ക്കേണ്ടതേ. അതിനകത്ത് മുഴുവനായിട്ടും പുറത്തുവിട്ടു. അതിനകത്ത് ചർച്ചകൾ നടത്തി. സഭാ അധ്യക്ഷന്മാരെ മുഖ്യമന്ത്രി വിളിച്ചു കൂട്ടി, അത് ചർച്ചകൾ നടത്തി. അപ്പോൾ ഇതെല്ലാം ഒരു നരേറ്റീവിടെ ഭാഗം. ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പോൾ അത് മാത്രമല്ല, EWS-ന്റെ കാര്യത്തിൽ, മുനമ്പത്തിൻ്റെ കാര്യത്തിൽ, വന്യമൃഗത്തിൻ്റെ സംരക്ഷണ ബില്ലിൽ ഭേദഗതി നടത്തുന്നത്, പട്ടയത്തിൻ്റെ കാര്യത്തിൽ, ബഫർ സോണിൻ്റെ കാര്യത്തിൽ, ഇങ്ങനെ എത്രയോ കാര്യങ്ങൾ നമുക്ക് പറയാൻ കഴിയും. അത് സൈലന്റ് ആയിട്ട് ഇടപെട്ടു എന്ന് താങ്കൾ പറഞ്ഞു. കാരണം രീതിയിൽ ഇടപെട്ടു എന്ന് പറയുന്നത് എന്തിനു വിവാദം ഉണ്ടാക്കുന്ന കാര്യം? അഭിപ്രായം പറയാതിരുന്നത് എന്തുകൊണ്ടാണ്? അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അഭിപ്രായം എന്തിനാണ് ഒരു പബ്ലിക്കിൻ്റെ അടുത്ത് വന്നിട്ട് ഒരു വിവാദത്തിലേക്ക് കൊണ്ടുവരേണ്ട കാര്യം എനിക്കില്ല. എനിക്ക് എൻ്റെ ജനങ്ങൾക്ക് വേണ്ടി ഇതര സാമൂഹ്യ വിഷയങ്ങൾ പരിഹരിക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. എനിക്ക് രാഷ്ട്രീയ നേട്ടമല്ല.
അതിനകത്ത് ജനങ്ങളുടെ വിഷയങ്ങൾ പരിഹരിക്കണമെന്നുള്ളതാണ്. അത് ചിലപ്പോൾ പബ്ലിക്കായിട്ടായിരിക്കാം, ചിലപ്പോൾ സ്വകാര്യമായിട്ടായിരിക്കാം, പക്ഷെ അത് നടപടി ഉണ്ടാകണം. പക്ഷേ ഒരു ഘട്ടത്തിൽ പോലും ഇരിക്കുന്ന കൊമ്പ് വെട്ടാൻ ഞാൻ അനുവദിക്കില്ല, അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യം ഒരുക്കില്ല. അതിൻ്റെ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു വാക്ക് പോലും എൻ്റെ വായിൽ നിന്ന് താങ്കൾ കേട്ടിട്ടുണ്ടോ? ഒരിക്കലും അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഞാൻ പറഞ്ഞ ജനകീയ വിഷയങ്ങൾ നമുക്കതിനൊരു പരിഹാരം കണ്ടാൽ പോരെ. ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം പിതാവിന് ഇത്തവണ എല്ലാ മണ്ഡലങ്ങളിലും ഓടിയെത്താനാവില്ല എന്ന് പി ജെ ജോസഫിന്റെ മകനും തൊടുപുഴയിലെ സ്ഥാനാർത്ഥിയുമായിട്ടുള്ള അബു ജോൺ ജോസഫ്. സീറ്റ് കുറഞ്ഞതിന് കേരള കോൺഗ്രസിനെ പരിഹസിക്കുന്നവർക്ക് കൂടുതൽ വിജയത്തിലൂടെ മറുപടി നൽകുമെന്നും അബു ന്യൂസ് 18 പറഞ്ഞു. കേരള കോൺഗ്രസിന്റെ സംസ്ഥാന കോർഡിനേറ്ററും തൊടുപുഴയിലെ UDF സ്ഥാനാർത്ഥിയുമായ അബു ജോൺ ജോസഫ് പി ജെ ജോസഫിന്റെ മണ്ഡലത്തിൽ മകനായ അബു ജോൺ ജോസഫാണ് മത്സരിക്കുന്നത്. അദ്ദേഹത്തിന് മറ്റു മണ്ഡലങ്ങളിലെ കാര്യങ്ങൾ കൂടി നോക്കേണ്ടതുണ്ട്. 8 മണ്ഡലങ്ങളിലാണ് പാർട്ടി മത്സരിക്കുന്നത്. പാർട്ടിയുടെ വിജയത്തിനും UDFന്റെ വിജയത്തിനും വേണ്ടി പരിശ്രമിക്കുന്നതിനിടെയാണ് അദ്ദേഹം തൊടുപുഴയിൽ സമയദായരെ കാണുന്നത്. എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പ് ഓട്ടം? ഇവിടെ നല്ല ഹെക്ടിക്കാണ്. സമയത്തിന്റെ ഒരു കുറവുണ്ട്, കാരണം ഇലക്ഷൻ പെട്ടെന്ന് വന്നു. എന്നിരുന്നാലും മണ്ഡലത്തിന്റെ എല്ലാ കോണുകളിലും ഓടിയെത്താൻ പരിശ്രമിക്കുന്നുണ്ട്. പി ജെ ജോസഫിന്റെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സജീവമല്ലാത്ത ഒരു സാഹചര്യമുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ ആരോഗ്യപരമായ കാരണങ്ങൾ. അത് എങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടോ? അപ്പച്ചൻ പ്രധാനപ്പെട്ട പരിപാടികളെല്ലാം പങ്കെടുക്കുന്നുണ്ട്. ഇന്നാണ് നമ്മുടെ നിയോജകമണ്ഡലം കൺവെൻഷൻ ഇന്ന് വൈകുന്നേരമാണ് ശ്രീ രമേശ് ചെന്നിത്തലയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അതുപോലെ പാർട്ടിയുടെ മറ്റ് മണ്ഡലങ്ങളിലും മറ്റ് നിയോജകമണ്ഡലങ്ങളിൽ അപ്പച്ചൻ പ്രചരണത്തിനായിട്ട് പോകുന്നുണ്ട്. അതുപോലെ UDFന്റെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളൊക്കെ പോകുന്നുണ്ട്. തീർച്ചയായിട്ടും എല്ലാ സ്ഥലങ്ങളിലും ഓടിയെത്താൻ സാധിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടെ അനായാസകരമായിരുന്നു. പക്ഷെ പറ്റുന്ന രീതിയിലെല്ലാം എല്ലാ സ്ഥലങ്ങളിലും പോകുന്നുണ്ട്. ഇത്തവണ ഈ 10 സീറ്റുകൾ 8 സീറ്റുകളായി കുറഞ്ഞിട്ടുണ്ട്. അത് അണികൾക്കിടയിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടില്ലേ? അത് തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ അങ്ങനെ വന്നതാണ്. പക്ഷെ അത് പ്രതിപക്ഷ നേതാവും പാർട്ടി നേതാക്കന്മാരും അപ്പച്ചനും മോൻസും ഒക്കെ അത് പറഞ്ഞിട്ടുണ്ട്. അതൊരു താൽക്കാലിക ഒരു എഗ്രിമെന്റാണ്. കേരള കോൺഗ്രസിന് തത്വത്തിൽ 10 സീറ്റ് തന്നെ ഉണ്ട് എന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ ഇപ്പോഴത്തെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം അതിൻ്റെ ഒരു വെളിച്ചത്തിൽ ഈ 2 സീറ്റുകൾ കോൺഗ്രസിന് സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു എന്നേ ഉള്ളൂ. പിന്നെ ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ കേരള കോൺഗ്രസിനും ലീഗിനും CMPക്കും RSPക്കും ADPക്കും കോഴിക്കോട് ബ്ലോക്കിനും ഒക്കെ ഇന്ന് മണ്ഡലത്തിൽ 140 സ്ഥാനാർത്ഥികളുണ്ട്. ഇത് ടീം UDF ആണ്. പക്ഷെ മറുവശത്ത് അവർ പരിഹസിക്കുന്നുണ്ട് കേരള കോൺഗ്രസ് മാണി. അവർ പരിഹരിച്ചോട്ടെ. ഇപ്പം നമുക്ക് ഈ പറയുന്ന പോലെ തോക്കാൻ പോകുന്നവർക്ക് ഇനി പരിഹാസം മാത്രമല്ലേ ബാക്കിയുള്ളൂ. അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് വേറെ ഒന്നും പറയാനില്ല. ഇടുക്കി സീറ്റ് വിട്ടുകൊടുക്കേണ്ടി വന്നത് അതൊരു ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടില്ലേ? തീർച്ചയായിട്ടും പ്രവർത്തകരുടെ ഇടയിൽ അത് ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു. പക്ഷേ ഇപ്പോൾ അത് ഞാൻ പറഞ്ഞല്ലോ, ഒരു തവണത്തേക്ക് ഈ തവണത്തെ ഒരു പ്രത്യേക സാഹചര്യം ഭരണം പിടിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം, അതായത് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണം അവസാനിപ്പിക്കുക, ജനക്ഷേമ നടപടികളായി ഒരു പുതുയുഗത്തിലേക്ക് കേരളത്തെ നയിച്ചുകൊണ്ട് പോകുവാൻ UDFനെ കഴിയത്തുള്ളൂ. ആ ഒരു വിലയിരുത്തലിലാണ് അങ്ങനെ ഒരു വിട്ടുവീഴ്ച ചെയ്യേണ്ടി വന്നത്. ഇപ്പോൾ അതെല്ലാം പാച്ചപ്പ് ചെയ്ത് അവിടെ ഒറ്റക്കെട്ടായിട്ട് ടീം UDF ആയിട്ട് ഇടുക്കിയിൽ ഇപ്പോൾ പ്രചരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. റോയ് കെ പൗലോസ് വൻ ഭൂരിപക്ഷത്തിൽ ഇടുക്കിയിൽ നിന്ന് വിജയിച്ചിരിക്കും. ഇപ്പോൾ ഒരു കുടുംബ രാഷ്ട്രീയത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അതിനെക്കുറിച്ച് എന്താണ് പറയുവാനുള്ളത്? സ്വാഭാവികമായിട്ടും ആ ഒരു ചോദ്യം ഉയരുമല്ലോ. കുടുംബ രാഷ്ട്രീയം എന്ന് പറയുമ്പോഴേ ഈ രാഷ്ട്രീയത്തിൽ ഇപ്പം ഞാൻ എൻ്റെ അപ്പച്ചൻ്റെ രാഷ്ട്രീയം കണ്ട് വളർന്നയാളാണ്. എൻ്റെ ചെറുപ്പകാലത്ത് അപ്പച്ചനെ കാണാൻ പോലും കിട്ടിയിട്ടില്ല. ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ എല്ലാവരും വിചാരം ഭയങ്കര പട്ട് വിരിച്ച പരവതാനിയാണെന്ന്. വ്യക്തിജീവിതമില്ല, സ്വകാര്യ ജീവിതമില്ല, കുടുംബജീവിതമില്ല. ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങിച്ചെന്ന് ഇതൊരു ത്യാഗത്തിൻ്റെ ജീവിതമാണ്, ഇതൊരു സാക്രിഫൈസിൻ്റെ ജീവിതമാണ്. ആ ഒരു ജീവിതത്തിലേക്ക് എത്ര CPM നേതാക്കന്മാർ അവരുടെ മക്കളെ രാഷ്ട്രീയത്തിന് വേണ്ടി വിട്ടുകൊടുത്തിട്ടുണ്ട്. അവരെല്ലാം യൂറോപ്പിലും ജർമ്മനിയിലും അവിടേക്ക് പോയി ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കുന്നു. ചിലർ ഭരണത്തിൻ്റെ മറവിൽ, ഞാൻ പറയുന്നില്ല ആരുടെയും വരുന്നില്ല, മറ്റു രീതിയിൽ ഇവിടെ നിന്ന് പൈസ ഉണ്ടാക്കുന്നു. ഈ കോൺഗ്രസിലും കേരള കോൺഗ്രസിലും അല്ലാതെ പുതുതലമുറയെ രാഷ്ട്രീയത്തിലേക്ക് വിട്ടുവിടുന്ന എത്ര നേതാക്കന്മാരുണ്ട്? ചാണ്ടി ഉമ്മൻ, ശബരിനാഥ്, കെ മുരളീധരൻ, എന്തിനധികം പറയുന്നത് ജോസ് കെ മാണി, ഫ്രാൻസിസ് ജോർജ്, ഷോൺ ജോർജ്. ഇപ്പം അത് ഞാൻ പറയുന്നത് ഇതൊരു മക്കൾ രാഷ്ട്രീയം എന്ന് നമ്മൾ പറയാൻ വേണ്ടി പറയുന്ന കാര്യമാണ്. എനിക്കും വ്യക്തിപരമായിട്ട് ഞാൻ ഇതിലേക്ക് ഇറങ്ങി വരുമ്പോൾ എനിക്കറിയാം എനിക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് എൻ്റെ സ്വകാര്യതയും എൻ്റെ വ്യക്തിത്വം. ഉമ്മൻചാണ്ടി സാറ് തുണി മാറുമ്പോൾ പോലും നിവേദനമായിട്ട് ആളുകൾ 2 സൈഡിലും നിൽക്കുമെന്നാണ് പറയണേ. അപ്പോൾ ഇത് ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കാൻ വേണ്ടി അതിനുള്ളൊരു ആർജവം വേണം, അതിനൊരു മനസ്സ് വേണം. അപ്പോൾ ഇതൊരു കുടുംബ രാഷ്ട്രീയം എന്നൊക്കെ പറയുന്നത് അതിനെ വില കുറച്ച് കാണലാണ്. അങ്ങനെ ഒരു കാര്യം അഭിപ്രായം വരേണ്ട കാര്യമില്ല.
ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കാനും അവരുടെ പ്രശ്നങ്ങൾ ഇടപെടാനും അത് പരിഹരിക്കാനുമുള്ള മനസ്സുണ്ടെങ്കിലും അതിനുള്ള കഴിവുണ്ടെങ്കിലും ആരാണെങ്കിലും രാഷ്ട്രീയത്തിൽ വരണമെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. കേരള കോൺഗ്രസുകളുടെ പരസ്പരമുള്ള ഉരച്ചുനോക്കൽ കൂടിയാകില്ലേ ഈ തെരഞ്ഞെടുപ്പ്? അങ്ങനെയാണെങ്കിൽ അതിൽ ജോസ് കെ മാണി പറയുന്നത് ഞങ്ങൾ ജയിക്കും എന്നുള്ളതാണ്. കേരള കോൺഗ്രസ് മാണിയാണ് യഥാർത്ഥ കേരള കോൺഗ്രസ്. യഥാർത്ഥ കേരള കോൺഗ്രസ് പറയുന്നത് പി ജെ ജോസഫ് നയിക്കുന്ന ബ്രാക്കറ്റില്ലാത്ത കേരള കോൺഗ്രസാണ്. 1964 ഒക്ടോബർ മാസം രൂപം കൊണ്ട മന്നത്ത് പത്മനാഭൻ തിരി തെളിച്ച് രൂപം കൊടുത്ത പാർട്ടി, അതിൻ്റെ ചെയർമാൻ ഇപ്പോൾ പി ജെ ജോസഫാണ്. ഈ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ നോക്കിയിരുന്ന് കണ്ടോളുക ഏത് കേരള കോൺഗ്രസ് ആയിരിക്കും ഈ കേരളത്തിൽ നിലനിൽക്കാൻ പോകുന്നത്. കാരണം ആത്യന്തികമായി സത്യത്തിനും നീതിക്കും ന്യായത്തിനും മാത്രമേ നിലനിൽപ്പുള്ളൂ. താൽക്കാലികമായിട്ടൊക്കെ പലർക്കും പല രീതിയിലൊക്കെ വിജയിക്കാൻ പറ്റും. പക്ഷേ സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന, ന്യായത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടി, വികസനത്തിന് വേണ്ടി നിലകൊള്ളുന്ന പാർട്ടി പി ജെ ജോസഫ് നേതൃത്വം കൊടുക്കുന്ന കേരള കോൺഗ്രസാണ്. ഇലക്ഷൻ കഴിയുമ്പോൾ നമുക്ക് വീണ്ടും ഒന്നും സംസാരിക്കാം. ശരി, നന്ദി. എന്തായാലും ഇതാണ് ശ്രീ അപ്പു ജോൺ ജോസഫിന് പറയാനുള്ളത്. അദ്ദേഹം തെരഞ്ഞെടുപ്പ് തിരക്കുകളിലാണ്. എന്തായാലും കേരള കോൺഗ്രസുകളുടെ പരസ്പരമുള്ള ഒരു ഉരച്ചുനോക്കലിന് കൂടി വേദിയാവുകയാണ് സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ്. അതാണ് ശ്രീ ജോസ് കെ മാണി പറഞ്ഞതും ശ്രീ അപ്പു ജോൺ ജോസഫ് പറഞ്ഞത്. മഞ്ജുഷ് ഗോപാലാണ് അപ്പു ജോൺ ജോസഫിന്റെ പ്രതികരണം തേടിയത്. എന്നാലും 9 മണി വാർത്തയുടെ സമയം ഇവിടെ പൂർത്തിയാവുകയാണ്. ഇനി ന്യൂസ് ട്രെൻഡ്സിന്റെ സമയമാണ്. TG സൈത്ത് എത്തും. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.